ഇത്രയേറെ കാത്തിരിപ്പ് നമ്മൾ ഒരാൾക്ക് വേണ്ടിയും നടത്തിയിട്ടുണ്ടാവില്ല. അവസാനം 71 ദിവസങ്ങൾക്കിപ്പുറം അർജുനെയും അർജുന്റെ ലോറിയെയും കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരോട് വെറുപ്പുകൾ നേടിയിട്ടുണ്ട്. ഇതെല്ലാം എന്തിന്? നമ്മൾക്ക് ഇതേപോലെ ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മരണം കീഴ്പ്പെടുത്തും. ആ മരണത്തെ നമുക്ക് ഒരിക്കലും അതിജീവിക്കാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കണം നമ്മളെപ്പോഴും. ഇപ്പോൾ വയനാട് നടന്ന ദുരന്തം, അതേപോലെ അർജുന്റെ ദുരന്തം, ഇതുപോലെ നമ്മൾക്കും സംഭവിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ടോ എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന ഒരു ജീവിതം മാത്രമാണ് നമ്മളുടേത്. നമ്മൾ മറ്റുള്ളവരോട് കലഹിച്ചിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും ഒരു കാര്യവുമില്ല. എല്ലാവരുടെയും അവസാനം മരണം തന്നെയാണ്. കുറച്ചു നേരത്തെ ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ വളരെ വലുതാണ്. ഒരു കുടുംബം, ആ കുടുംബത്തെ പോറ്റുക, ആ മക്കളെ പോറ്റുക, ഇതെല്ലാം ചിന്തയോടുകൂടിയാണ് ഓരോ മനുഷ്യരും ജോലി തേടിപ്പോകുന്നത്. ജോലി ചെയ്ത് തിരിച്ചു വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ജോലിക്ക് പോകുന്നതും. ആ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് എൻ്റെ മക്കളെ പഠിപ്പിക്കണം, എൻ്റെ കുടുംബത്തെ പോറ്റണം എന്നുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നത്. അതുപോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോയതാണ് അർജുൻ എന്ന വ്യക്തിയും. ഒരു ദുരന്തം പോലെ, കാരണം അവൻ ചെയ്യുന്ന ജോലി ഒരു ഡ്രൈവറാണ്. എങ്കിൽ പോലും ആ വണ്ടിയിൽ നിന്നോ യാതൊരു ബുദ്ധിമുട്ടും അവൻക്കുണ്ടായിട്ടില്ല. പക്ഷേ പ്രകൃതി അവനെ വേറെ രീതിയിലാണ് ശിക്ഷിച്ചത്. ഒരു പ്രകൃതി ദുരന്തം അവൻ പോലും വിചാരിക്കാതെ ഉറങ്ങുന്നതിനിടയിൽ വന്നുപെട്ടു. അത് അവൻ അറിഞ്ഞിട്ട് പോലുമില്ല അവിടെ എന്താ നടന്നതെന്നുള്ളത്. വാക്കുകളില്ല പറയാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളും അതുപോലെ തന്നെയായിരിക്കും. ഇത്രയും ദിവസം, 71 ദിവസം, 2.5 മാസങ്ങൾക്ക് അർജുനെ നമ്മൾക്ക് കണ്ടെത്താനായത്. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കണം. ഓരോ ദുരന്തവും വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾക്ക് നാളെയും ഇതുപോലെ ഒന്ന് വരാം, ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെടും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം ഒരിക്കലും നമ്മൾ ഇതുപോലെ തന്നെ നിൽക്കുകയില്ല. ചെറുപ്പകാലം കഴിഞ്ഞ് പിന്നെ ഒരു മിഡിൽ പ്രായം കഴിഞ്ഞ് പിന്നെ വാർദ്ധക്യകാലത്തിലേക്ക് വന്ന് അവസാനം മരണപ്പെടും. അതിനിടയിൽ ചിലപ്പോൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്ന് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി, ആരോടും വെറുപ്പില്ലാതെ, വെറുപ്പുള്ളവരുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞ് അവരോട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് അവരോട് സന്തോഷത്തോടുകൂടി ജീവിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആരെയും എന്തിനേയും കുറ്റപ്പെടുത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കുറച്ചു നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് നാം മനസ്സിലാക്കണം.